HRDA സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരായ പോക്സോ പരാതിയിൽ അറസ്റ്റ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പരാതിക്കാരൻ ഇന്നലെ അജി കൃഷ്ണൻ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പോക്സോ കേസിലെ പരാതിക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയാ അർജുൻ, ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഈ കേസിൽ നമുക്ക് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും അതിൽ ആരുടെയും പേര് രേഖപ്പെടുത്തിയിരുന്നില്ല. അൺനോൺ എന്നുള്ള വ്യക്തികൾക്കെതിരെയായിരുന്നു FIR രജിസ്റ്റർ ചെയ്തത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ അജി കൃഷ്ണനെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചതും കൂടുതൽ തെളിവെടുപ്പിനും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്നതുമായി ആവശ്യപ്പെട്ടാൽ വിളിക്കുന്ന സമയത്ത് വരണം, ഹാജരാകണമെന്നുള്ള കാര്യം കൂടി അജി കൃഷ്ണനോട് ഡൽഹി പോലീസ് പറഞ്ഞത്. എന്നാൽ ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ പരാതിക്കാരൻ കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. പക്ഷേ അതേസമയം തന്നെ പരാതിക്കാരനെതിരെ, ഈ പോക്സോ കേസ് നൽകിയ പരാതിക്കാരനെതിരെ പരാതി നൽകി അതിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. HRDS ആണ് ഈ ഒരു പരാതി നൽകിയത്. ഈ പോക്സോ കേസിന്റെ മറവിൽ പണം തട്ടാനുള്ള ശ്രമം നടത്തി ഈ പറയുന്ന പരാതിക്കാരൻ എന്നുള്ളതാണ് ഈ കേസിന്റെ അടിസ്ഥാനം. മാത്രമല്ല 20 ലക്ഷം രൂപ ഇയാൾ HRDSനോട് ആവശ്യപ്പെട്ടു. ആ പണം നൽകാതെ വന്നപ്പോഴാണ് ഇയാൾ പോക്സോ കേസുമായി മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം കൂടി HRDS നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പരാതിക്ക് കൂടുതൽ തെളിവുകളായി ഈ പരാതിക്കാരൻ HRDSയുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ക്ലിപ്പുകളും വാട്സാപ്പ് ഓഡിയോ ക്ലിപ്പുകളും പോലീസിന് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് HRDS വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി HRDS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം തന്നെ. പ്രത്യേകിച്ചും HRDS ഈ ഒരു കാര്യത്തിൽ ഗൂഢാലോചന ആരോപിക്കുന്നുണ്ട്. മനഃപൂർവ്വം ഈ പറയുന്ന സന്നദ്ധ സംഘടനയെ കരിവാരി തേക്കാനുള്ള ശ്രമം ചില ഈ പറയുന്ന മുൻ ജീവനക്കാരന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ HRDSനെതിരെ ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട് എന്നുള്ള കാര്യമാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം 10:30 ശേഷം മാധ്യമങ്ങളെ കാണാമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അജി കൃഷ്ണനെതിരെയും അതുപോലെ തന്നെ HRDSനെതിരെയും അയാൾ പുറത്തുവിടുമെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു സംഘർഷം ഇപ്പോൾ ഉടൻ നിൽക്കുന്നുണ്ട്. SK. താങ്ക് യു അർജുൻ പീതാംബരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.